നമ്മളെ കൃഷിസ്ഥലം പൂട്ടി വരമ്പൊക്കെ മാടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വാഴയും കപ്പയാണ് നമ്മൾ നടാൻ ഉദ്ദേശിച്ചത്. ഈ ചാലിലാണ് നമ്മൾ വാഴ നടുന്നത്. ചില സ്ഥലത്തൊക്കെ ഈ വരമ്പിൻ്റെ മുകളിൽ നടുന്ന രീതിയുണ്ട്. ഇവിടെ ഈ ചാലിൽ നട്ടിട്ട് പിന്നെ അത് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിലേക്ക് മാറ്റുന്നൊരു സിസ്റ്റമാണ്. അത് ലാസ്റ്റ് ഞാൻ കാണിക്കാം. വാഴക്കന്ന് നല്ലോണം വൃത്തിയാക്കിയിട്ട് ഏതെങ്കിലും ഒരു കീടനാശിനിയിൽ ഒരു അരമണിക്കൂറെങ്കിലും മുക്കി വെച്ച് ഇതുപോലെ ഒരു 1/4 ഭാഗം മണ്ണിനടിയിലും ഒരു 1/4 ഭാഗം മണ്ണിന് മുകളിലും ആകുന്ന രീതിയിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. കപ്പ നടാനുള്ള തണ്ട് ഇറക്കിയതാണ്. അതിന് ഏകദേശം ഒരു ചാണുള്ള ചെറിയ പീസുകളാക്കി ഇങ്ങനെ മുറിച്ച് വരമ്പിൻ്റെ മുകളിൽ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കമ്പിന് 3 രൂപ റേറ്റിലാണ് നമ്മൾ വാങ്ങിയത്. അതായത് ഒരു 5 അടി 6 അടിയൊക്കെ നീളമുള്ള ഒരു കമ്പിന്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ തണ്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. തണ്ട് കിട്ടാനും അത് നടാനൊക്കെ കുറച്ച് വൈകി. അപ്പോഴേക്ക് വാഴ നട്ടയിൽ നല്ലോണം പുല്ല് മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കപ്പ നട്ടിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഒക്കെ മുളച്ച് പൊന്തിയിട്ടുണ്ട്. അപ്പം ഈ വാഴയിലെ പുല്ല് പോക്കണം. അതിന് നമ്മൾ ഇതുപോലെ ചെറിയ ട്രാക്ടർ, 4 അടിയുള്ള ട്രാക്ടർ ആ വാഴയുടെ ഇടയിലൂടെ ഓടിച്ച് ഇടയിലുള്ള പുല്ല് പോക്കിയതാണ്. ഇതുപോലെ ട്രാക്ടർ കൊണ്ട് ആക്കിയതിന് ശേഷം ആ വാഴ വെച്ച ചാലിലുള്ള പുല്ല് അല്ലാതെ മാനുവലായിട്ട് നമ്മൾ ചെത്തി ഒഴിവാക്കുകയാണ് ചെയ്തത്. വാഴക്കൃഷിയെക്കുറിച്ച് വിശദമായിട്ട് ഇതിൽ പറയുന്നില്ല. നമ്മൾ അട്ടപ്പാടി ചെയ്ത വാഴക്കൃഷിയും അതുപോലെ ഇവിടുത്തെ പ്രകൃതിയൊക്കെ ഒന്ന് കാണിക്കാതെ മാത്രം. വിശദമായിട്ട് അറിയണം എന്നുള്ള ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ വാഴക്കൃഷിയുടെ വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം ആ ചാലിൽ കുറച്ച് വളം കൊടുത്ത് വെള്ളവും നനച്ച് കൊടുത്ത് അപ്പോൾ വാഴകളൊക്കെ ഒന്ന് ഉഷാറായി ഇതുപോലെ കരുത്തായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വാഴ വെച്ച ചാലിലേക്ക് 2 ഭാഗത്തു നിന്നും മണ്ണ് നീക്കിയിട്ട് ആ ചാല് ഒരു വരമ്പ് പോലെ ആക്കി ഒരു 8 വാഴ 6 വാഴനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു തടം ഉണ്ടാക്കും. കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പണിയാണിത്. പക്ഷെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഈ വാഴയുടെ മരട്ടേക്ക് മണ്ണ് കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം അത്രയും ഹൈറ്റിൽ വാഴയുടെ മരട്ട് മണ്ണ് വന്നു കഴിഞ്ഞു. പിന്നെ ഈ തടത്തിൽ വെള്ളം നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്കൊന്നും വെള്ളം കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇതുപോലെ ചാലിലൂടെ വെള്ളം കൊണ്ടുവന്ന് ഓരോരോ തടവും നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു തടം നിറയുമ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് ഇപ്പുറത്തെ തടം നിറച്ച്, അപ്പോൾ ഈ തടത്തിലുള്ള വെള്ളം മുഴുവൻ ആ ഭൂമിയിൽ കുടിക്കുമ്പോൾ ഒരാഴ്ച വരെ ആ ഒരു നനവ് ആ ഭൂമിയിലുണ്ടാവും. ഒരാഴ്ച വരെ നനച്ചില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളില്ല. സമൃദ്ധമായ വെള്ളം കിട്ടുന്ന സ്ഥലത്ത് ഈ ഒരു രീതി സക്സസ് ആണ്. വെട്ടിനന എന്നാണ് ഈ ഒരു രീതിക്ക് ഇവിടെ പറയുന്നത്. വെട്ടിനന രീതി. ഈ രീതിക്ക് നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്താ പറയുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. തോട്ടത്തിൽ നിന്നുള്ള ഒരു സായാഹ്ന കാഴ്ചയാണിത്. നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങളുടെ സഹകരണമാണ് നമ്മളുടെ വിജയം. ബാക്കി വിശേഷങ്ങളുമായി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ.
ഓക്കെ, താങ്ക്സ്.